മണിക്ക് രാമോനായാലും ചോദിച്ചു നോക്കി അത് കഴിയും. നമ്മളെല്ലാം ഇഷ്ടമാണ് നോക്കും. രാഹുലിന് കേരളത്തിന് വെളിയിൽ രാഹുലിന്റെ ജൂറിസ്ഡിക്ഷൻ കേരളത്തിലേ ഉള്ളൂ. വെളിയിൽ ആരും അന്വേഷിക്കുന്നില്ല, പറയുന്നില്ല. അതുപോലെയാണ് ഗുളികൻ. ഗുളികൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധനമുണ്ട്. ഗുളികൻ വേറെ മറ്റു ഗ്രഹങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത. ഗുളികൻ ഒരു ദിവസം 2 തവണ ഉണ്ട്. പകൽ ഉദയം, രാത്രി ഉദയം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ചോദിച്ചത്. അതൊരു പ്രത്യേക ചില ഗുണങ്ങളിലൊക്കെ പുതിയ വളരെ ഭൗതികമായി ചിന്തിക്കാൻ വല്ല അവാർഡ് സിനിമകളൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ചില കഥാപാത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ കഥാപാത്രങ്ങൾ ഇതുകൊണ്ട് ചില ഗുണങ്ങളും നിങ്ങളുടെ ഭൂതവും ഭാവിയും തീരുമാനിക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ സ്ഥാനം, അവ എവിടെയൊക്കെ വന്നാൽ എന്തൊക്കെ ഫലമാണ് എന്ന ചോദ്യത്തിന് ഉത്തരത്തിന് ഒരു വളരെ വിശാലമായ സാധ്യതകളാണ്. ഇന്ന സ്ഥാനം ഇവിടെ നിന്നാൽ ഗുണം, ഇന്ന സ്ഥാനം അവിടെ നിന്നേ ദോഷം, വേറെ സ്ഥാനം ഇവിടെ നിന്നേ ഗുണം, അപ്പുറത്ത് നിന്നേ ദോഷം. അതായത് നമുക്ക് ഗുണം സംഭവിച്ചാലും ദോഷം സംഭവിച്ചാലും അതിന് ഉത്തരവാദിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വിജയിക്കണം. ഇത് നിങ്ങൾക്ക് 50-50. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇത് ഫലം പ്രവചിക്കുന്ന ആളിന് പിന്നിലാണ്. അതായത് നിങ്ങൾക്ക് ഗുണം സംഭവിച്ചാൽ ഇവന്താണ്, ദോഷം സംഭവിച്ചാൽ ഇവന്താണ്. എന്ത് സംഭവിച്ചാലും കാണുന്നതിനകത്ത് ഇത്ര ക്ലവറായിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഉണ്ടാക്കിയ വേറെ ഉണ്ടാവും. മനുഷ്യനെ വരുത്തിയിട്ട് ക്യാമറ എല്ലാ സാധനത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് അതിന് കാണാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ പിന്നിലാലും നിങ്ങൾക്ക് ദോഷം പറയാം, ഗുണം പറയാം. ദോഷം സംഭവിച്ചാൽ ഗുണം, അല്ല ദോഷത്തിന്റെ ഫലം എടുക്കുക. ഇതാണെങ്കിൽ ദോഷത്തിന്റെ ഫലം എടുക്കുക. എന്തായാലും ആസ്ട്രോളജി ചെറിയൊരു കൗതുകമുണ്ട്. നമ്മൾ ലഘുരാശി ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അത് 7ാം ഭാവത്തിൽ അസ്തമിക്കും. ഓക്കെ, ഇത് അമേരിക്കൻ അലാസ്ക എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗ്രാമം. അലാസ്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വടക്കേറ്റത് സ്റ്റേറ്റ്. അവിടെ സൂര്യൻ എല്ലാ ദിവസവും അസ്തമിക്കാറുണ്ട്. അത് അലാസ്കയിൽ മാത്രമല്ല, ഫോട്ടോ അലാസ്കയാണ്. നോർവേ, സ്വീഡൻ ഇങ്ങനെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാതിരാത്രിയുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഒറ്റക്കാലത്ത് എല്ലാം സാധിക്കുന്നത് പാതിരയ്ക്ക് സൂര്യനുള്ള സ്ഥലമായതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾ ഇവിടെ നിന്നത് എങ്ങനെയാണ് ഉദയം അസ്തമയം കണക്കാക്കുന്നത്? 24 മണിക്കൂർ ആവർത്തിക്കേണ്ട സാധനങ്ങളൊന്നും അവിടെ ആവർത്തിക്കില്ല. ഇത് എഴുതപ്പെടുന്ന സമയത്ത് അലാസ്കയിൽ ആള് താമസമില്ല. അതായത് മനുഷ്യൻ ആഫ്രിക്കയിൽ വരുന്ന ആളുകൾ ആഫ്രിക്കയിൽ നിന്നിങ്ങനെ മൈഗ്രേറ്റ് 1000-1000 വർഷം കൊണ്ടാണ് ഇന്ത്യയിൽ പോകുന്നത്. ഓസ്ട്രേലിയയിലൊക്കെ ആൾക്കാർ ചെന്ന് വിടുന്നു. അന്റാർട്ടിക്കയിൽ മനുഷ്യൻ വരുന്നത് ഈ കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിലാണ്. ഭൂമിയിലെ 7 വൻകരകളിൽ ഒരു വൻകരയായപ്പോൾ അന്റാർട്ടിക്കയിൽ മനുഷ്യൻ പോയിട്ട് 200 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എഴുതപ്പെടുന്ന സമയത്ത് സിന്ധു നദികളായാലും ബാബിലോണിയ ആയാലും ഒക്കെ ഈ ആ ഒരു പ്രദേശത്തെ തമ്മിലാണ്. അവിടുത്തെ ആളുകളെ ദൈവമൊക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്ന കഥാപാത്രം. ഇത് വെളിയിലൊരു ലോകമുണ്ടല്ലോ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിലാണ്. അലാസ്കയല്ല, ബഹിരാകാശത്തിലെ മനുഷ്യനുണ്ട്. നാളെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു പ്രസവം നടന്നതാകുന്നില്ല. എങ്ങനെ പറയുന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു ദിവസം 16 ദിവസം സൂര്യൻ അത് ഇങ്ങനെ കാണിക്കൊണ്ടിരിക്കുക. ഉദയം വാസ്തവം എല്ലാം ആകെ പകരുന്നു. ഇതൊക്കെ യൂണിവേഴ്സിലാണെന്നാണല്ലോ. ഇത് ഏതൊരു പ്രൊഫൈൽസ് ഒരു ലൊക്കാലിറ്റി ഇന്ന പഞ്ചായത്തിൽ ആളുകൾക്ക് വേണ്ടി നല്ല മഴ എടുക്കും ഉള്ളതാണ്. അപ്പൊ വരുന്ന പ്രശ്നമാണ് ഇവിടെ ഉദയം അസ്തമയമില്ല. ഉദയം ചിലപ്പോൾ ഉദിക്കില്ല, ചിലപ്പോൾ അസ്തമിക്കില്ല. ഇപ്പൊ നോർവേയിൽ ചെന്നാൽ ചിലപ്പോൾ 3-5 മാസം സൂര്യനെ കാണാനേ പറ്റില്ല. മൊത്തം ഇരുട്ടിലായി. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ കണക്കുകൾ പറയുന്നത്? അവിടുത്തെ ആളുകൾക്ക് പറഞ്ഞത് അതുകൊണ്ട് നോർവേയിലേക്കുള്ള പാസ്പോർട്ട് അടിക്കുമ്പോഴത്തേക്കും സൂര്യൻ ഇതൊക്കെ വീഴുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞാണ് അടുത്തത് വരുന്നത്. എന്നതിൽ പറയുന്നത് ശരിയാവുന്നുണ്ടല്ലോ. അപ്പൊ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് വിഷയം പറഞ്ഞ പിന്നെയും പറയുന്നത് ഇതാണ്. എത്ര പറഞ്ഞാലും പിന്നെ നമ്മൾ ഒരാളെ ചോദ്യം ചെയ്യുന്നത് പിന്നെ ഞാൻ കഴിക്കും അല്ല. എന്നാലും നമുക്കുണ്ട്. അതായത് ആ ഭാഗമുണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെ ശരിയാണ്. ഓക്കെ, പക്ഷെ ഫലപ്രവചനം നടക്കുന്നുണ്ട്. പറയുന്നത് പഠിക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു പഠിക്കുന്നുണ്ട്? ഇത് പഠിച്ചിട്ടുണ്ടോ? ഈ പഠനം ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത്? നമ്മൾ വാർത്തയിൽ എടുത്തില്ല. പല ചോദിച്ചാൽ ക്യാൻസർ വരുന്നുണ്ട് പഠനം. നമ്മൾ പറഞ്ഞ വാട്സാപ്പ് എല്ലാവരെയും മൂക്കരോട് പലതുപോയി പലതുപോയി എന്താ കാര്യം പഠനം എങ്ങനെയാണ് നടത്തിയത്? നിങ്ങൾ വീട്ടിൽ ക്യാൻസർ സെന്റർ ചെയ്തില്ല. അവിടെ ക്യാൻസറിന് ചികിത്സകൾ എല്ലാ പഠിക്കുന്നതിന് പോയി നിങ്ങൾ തല ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ നമുക്കത് കേരളത്തിലെ എല്ലാ
എന്തെങ്കിലും ചോദിച്ചിട്ട് അതിന്റെ കാര്യങ്ങളായി അത്ര ഇരിക്കുന്ന തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നില്ല. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം വരുന്നു. ഇവിടെ അങ്ങനെയുള്ള പഠനങ്ങളെ കുറിച്ചാണ് ഉദാഹരണത്തിന് 1985 അമേരിക്കയിൽ ഷോൺ പോൾസിനെ കുറിച്ച് നടന്ന ഒരു സയന്റിസ്റ്റിന്റെ ഒരു പഠനം. അതിന്റെ 28 ലീഡിംഗ് ആസ്ട്രോളജേഴ്സിന്റെ ഒരു പാനലായിട്ടാണ് അദ്ദേഹം ധരിക്കുന്നത്. ചെയ്യുന്നത് അവിടുത്തെ കാലിഫോർണിയയിലെ ഒരു മനഃശാസ്ത്ര സ്ഥാപനമാണ് ക്വസ്റ്റ്യനെയർ. ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയുക. ആ നിങ്ങളുടെ ഉത്തരം വെച്ചിട്ട് നിങ്ങളെ പേഴ്സണാലിറ്റി പറയുക. അത് വളരെ സിമ്പിൾ ആണ്, ഊഹിക്കാവുന്നേ. അതായത് നിങ്ങൾ ഏത് നാളെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ഉറങ്ങാനാണ് ഇഷ്ടം, ഏത് തരം പുസ്തകങ്ങളാണ് വായിക്കുന്നത്, അതൊന്ന് വായിക്കാൻ ഇഷ്ടപ്പെടാൻ ആളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് കുറെ ചോദ്യങ്ങളുടെ ഉത്തരം കഴിഞ്ഞാൽ നിങ്ങളെ പേഴ്സണാലിറ്റി ഏതാണെന്നൊക്കെ ചെയ്യണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, ഏത് മതത്തിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം നിയമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ പേഴ്സണാലിറ്റി അറിയുന്നത് പറ്റുക. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ 400 മനുഷ്യരുടെ പേഴ്സണാലിറ്റി തയ്യാറാക്കി. എന്നിട്ട് ഇതിൽ ഓരോന്നിനും 2 അഡീഷണൽ പേഴ്സണാലിറ്റി തലയിരുന്നായിരുന്നു. അതായത് ഈ 400 മനുഷ്യരുടെയും ഗ്രഹനില, ഇതിൽ ഓരോ മനുഷ്യനും കറസ്പോണ്ടിങ് ആയിട്ട് 3 പേഴ്സണാലിറ്റി ഡിസ്ക്രിപ്ഷൻ. അതിലൊന്ന് സൈക്കോളജി സൊസൈറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്. മറ്റേതെങ്കിലും റാൻഡോ ഇവിടെ നിന്ന് കിട്ടിയ 2 പേഴ്സണാലിറ്റി ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് ഇത് ഈ ജ്യോതിഷന്മാർ അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സിന്റെ പാനലായിരിക്കും അവരെന്താ ചെയ്യുന്നത്? ഒരു ഗ്രഹനിലയുണ്ട്, 3 പേഴ്സണാലിറ്റി. ഇതിൽ ഏത് പേഴ്സണാലിറ്റീസാണ് ഈ ഗ്രഹനിലയുടെ ഉടമസ്ഥൻ? അതായത് ഒരു ഗ്രഹനിലയ്ക്ക് 3 പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഈ ഗ്രഹനിലയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഏത് ഗ്രഹനിലയിൽ നിന്നും 3 പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിൽ ഏത് ഗ്രഹനിലയുടേതാണ് ഈ പേഴ്സണാലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 3 ഒന്നും നിലനിൽക്കുമല്ലോ. നിങ്ങൾക്ക് ഈ ഗ്രഹനില വായിക്കാൻ അറിയില്ല, ഇതിന്റെ ഫലപ്രവചനത്തിന്റെ ഒന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒന്നും അറിയാൻ പറ്റും. പറഞ്ഞെടുത്ത് കഴിഞ്ഞാലും നിങ്ങളുടെ വിജയ സാധ്യത രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 50-50ആണ്. ഒന്നേ ഉണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. 3 ഉണ്ടെങ്കിൽ 1/3. 3 ഒന്ന് എന്തായാലും എഴുതാൻ. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്നും നിലനിർത്തി കഴിഞ്ഞാൽ അതിൽ 30% ശരിയാവാൻ സാധ്യത. ചിലപ്പോൾ 60% തെറ്റായി. നിങ്ങളൊരു 90 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് ഏതാണ്ട് 30 ശരിയാവും. 60 തെറ്റായിരിക്കും, പക്ഷെ 30 അടുപ്പിച്ച് എന്തായാലും ശരിയാവും. ഇതാണ് ബേസിക്. അപ്പൊ എന്ത് ചെയ്തു? 400 മനുഷ്യരെ 28 ആസ്ട്രോളജേഴ്സിന്റെ പാനലിലേക്ക് ഈ പരീക്ഷണം നടത്തുക. ആസ്ട്രോളജേഴ്സ് തെരഞ്ഞെടുത്ത് മാച്ച് ചെയ്തു. ഫലം മാച്ച് ചെയ്ത് നോക്കി എത്രത്തോളം പേര് കറക്റ്റായിട്ട് തെരഞ്ഞെടുത്തു. ഊഹിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 32% പേരാണ് കൃത്യമായി മാച്ച് ചെയ്തത്. ശരിക്കുള്ള